വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ മധുര മനോഹര ഗാനങ്ങൾ ഒഴുകുന്ന സ്വപ്നസ്വര സന്ധ്യയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. സംഗീത മാമാങ്കത്തിലേക്ക് ഇപ്പോൾ പ്രേക്ഷകരുടെ സ്വന്തം ആലപ്പുഴക്കാരി വൈഗക്കുട്ടി. തിരുപ്പനാണോ? തിരുപ്പനാണോ? കണ്ടുപിടിച്ചു. ഈ ഒരു ഡ്രസ്സിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു നാടൻ കുട്ടിയായിട്ടൊരു പാട്ട് പാടാൻ. നാടൻ കുട്ടിയാണല്ലോ, നാടാണല്ലോ. നാടൻ കുട്ടിയായിട്ട് ഏത് പാട്ട് പാടാനാണ്? എന്തമ്മേ ചുണ്ടത്ത്. ആഹാ, ബ്യൂട്ടിഫുൾ സോങ്. ശ്രീകുട്ടൻ ചേട്ടന്റെ ബ്രദറിന്റെ പാട്ടല്ലേ? എഴുതി ആരാ നമ്മളെ? വി മധുസൂദരൻ നായർ സർ. അദ്ദേഹം ഒരു വലിയ കവിയാണ് കേട്ടോ. മധു സാർ വലിയൊരു കവിയാണ്. അദ്ദേഹം മനോഹരമായിട്ട് പാടുകയും ചെയ്യും. കവിത ചൊല്ലുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പക്ഷെ മധുസൂദനൻ സാറ് പാടുന്ന കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. കവിത ചൊല്ലുകയാണ്, പക്ഷെ അദ്ദേഹം നന്നായിട്ട് പാടും. അപ്പോൾ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ടോണ്ടിരുന്നു. മധുസൂദനൻ സാറിനൊരു വലിയ നമസ്കാരം. അപ്പം നടക്കട്ടെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. പുതിയ വിശേഷമൊന്നുമില്ല. പാട്ടിന്റെ ആ മൂടി നിൽക്കല്ലേ? ഡാൻസേഴ്സ് ഉണ്ടോ? ഇല്ല. ഓ, ഒറ്റയ്ക്ക് പിടിക്കുക. നടക്കട്ടെ. വൈഗലക്ഷ്മി വരുമ്പോ കൂട്ടത്തോടെ വരേണ്ട ആവശ്യമില്ല, തന്നെ വന്നാൽ തന്നെ വിറപ്പിക്കുന്നത് അല്ലേ? പൊളിച്ചോ വൈഗക്കുട്ടി, എന്തോ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. അതുപോലെ നല്ല പാട്ട് ആന്റി കേൾക്കണം. ഗുഡ്, ഓൾ ദ ബെസ്റ്റ് പൊന്നെ. താങ്ക് യു മാം.
മോളെ വൈക, എന്തോ നല്ല സെലക്ഷനാണ് ഈ സോങ് കേട്ടോ. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, മോള് കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ പാട്ട് എടുത്താൽ മതിയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇതിനകത്ത് ഒരുപാട് സംഗതികളും ഒരുപാട് ഭാവങ്ങളുണ്ട്. അതിൽ കുറേ ഭാവങ്ങൾ, സംഗതികൾ മോക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് 2 മാസം കൂടെ കഴിഞ്ഞെടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ഇതിനകത്ത് ഈ എന്താണ് ഹംസനാഥം എന്ന ഒരുപാട് പാട്ടുകളുണ്ട്, വാതിൽ പഴുതിലൂടെ, അങ്ങനെ ഒത്തിരി പാട്ടുകൾ നമ്മുടെ ഇതിനകത്തുണ്ട്. എങ്കിലും ഒരുപാട് പാട്ടുകളില്ല. ഇപ്പം മോഹനത്തിലും കല്യാണിയിലും കാനഡയിലും ഒന്നും വന്ന പോലെ ഒത്തിരി പാട്ടുകളൊന്നുമില്ല, കുറച്ച് പാട്ടുകളുണ്ട്. പക്ഷെ ആ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ് സോങ്സാണ്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സാണ് എൻ്റെ ചേട്ടൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, ഒരു കവിതയും ഉണ്ട് അതിനകത്ത്. അപ്പം മോള് പാടുന്ന ഈ എന്തമ്മേ തൊട്ട് ഒരുപാട് എന്താണ് പറയുന്നത്, ആ ഒരു ചെറിയ ചളുക്കം പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. ഒന്ന് ശ്രുതി തരാം. എന്തമ്മേ, ആദ്യം എന്തമ്മേ പാടിക്കേ. എന്തമ്മേ ചുണ്ടത്ത് മല്ലിക്കൊഴുന്ത്, പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ, എന്തമ്മേ ഗുഡ്, ചുണ്ടത്ത് ഇപ്പൊ നന്നായിരിക്കുന്നു. ആ പാടിക്കോളൂ. മല്ലിക്കൊഴുന്ത്, പൂമാനം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ, മിണ്ടാത്തതിന്റെ നാണം വന്നിട്ടോ, അസാധ്യമായിരിക്കുന്നു. ആ ഇതുപോലെ എല്ലാരും പേശുമ്പോൾ ഉള്ളം നൊന്തിട്ടോ, ഉള്ളം നൊന്തിട്ടോ, എല്ലാരും പേശുമ്പോൾ ഉള്ളം നൊന്തിട്ടോ, ഉള്ളം നൊന്തി, ഉള്ളം നൊന്തിട്ടോ. അത് ഒഴുകി വരണം. അപ്പൊ ഇപ്പം പാടിയപ്പം വളരെ നന്നായിരിക്കുന്നു. മിണ്ടാത്ത എന്ത് പേശുമ്പോൾ ഉള്ളം നൊന്തിട്ടോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മോക്ക് സ്ലിപ്പായി പോയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ആ ഹമ്മിങ് പാടിയില്ലേ, ആ ആ ആ ആ, അത് സൂപ്പറായിരുന്നു. ഒന്നുകൂടെ പാടാം. നല്ല സുഖമായിരുന്നു. എന്താ കാര്യം എന്നറിയോ, ഇത് ശ്രുതിയിൽ ഇങ്ങനെ ലയിച്ചിട്ട് ചെറുതാണെങ്കിലും അത് പാടുമ്പോഴത്തേക്ക് നമ്മൾ ആഹാ എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒരു ആ സംഗതികളൊക്കെ മനോഹരമായിട്ട് പാടി. മോക്ക് ഈ പാട്ടിൻ്റെ എല്ലാം അറിയാം, നല്ല ജ്ഞാനസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നുകൂടെ നമുക്ക് ഒരു ഷുവർ ഷോട്ട് അടിക്കാൻ പറ്റും മാത്രം ഇതെടുത്ത് പ്രയോഗിക്കാമായിരുന്നു. എന്തായാലും ഈ പാട്ടെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളിത് പാടി കഴിഞ്ഞിട്ട് മോൾക്ക് എന്ത് തോന്നി? എനിക്ക് ചിലയിടത്ത് സാറ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ രാഗത്തിൻ്റെ പ്രശ്നങ്ങൾ തോന്നി. ചില രാഗങ്ങൾ ആ രാഗത്തിലേക്ക് ശരിക്കും ഇറങ്ങിപ്പോയി അത് ശ്രുതിയോട് ലയിച്ചു വരുമ്പം കിട്ടുന്ന ചില എഫക്റ്റ് ഉണ്ട്. ഇപ്പം ഈ രാഗം ഹംസാനന്ദ് എന്ന് പറയുന്ന രാഗം എനിക്ക് പേഴ്സണലി ഞാനിതിൽ ഓവറായിട്ട് ഇൻവോൾവ് ആയിട്ട് എനിക്ക് ഫിസിക്കൽ പ്രോബ്ലംസ് വന്ന് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ വിദ്യാജിയുടെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അൻപേ ശിവം എന്ന് പറഞ്ഞ പടം തോന്നില്ലേ, അത് പൂവാസം എന്നൊരു പാട്ട് ഞാൻ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു 3-4 ദിവസം എഴുന്നേറ്റ അപ്പം തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ഈ പാട്ട് മാത്രം, അതായത് ഇതിൻ്റെ രാഗം മാത്രമാണ്, ഇതിൻ്റെ നോട്ട്സ് മാത്രമാണ് നമ്മളുടെ സിസ്റ്റമായിട്ട് റെസനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അത് ഹെഡ്ഫോൺസിലിട്ട് ഇങ്ങനെ ചെയ്ത് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പാട്ട് കഴിയുന്നതും എനിക്ക് ഫിസിക്കലി അത് അത്ര എന്തോ അത് കണക്റ്റായി ആ ഒരു സംഭവം. എന്നിട്ട് ഞാൻ പനിച്ചു, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച എന്താ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പല ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസും സംഭവങ്ങളെല്ലാം ചെയ്ത് അവസാനം പോയ പ്രശ്നങ്ങളെല്ലാം അവിടെ പോയി കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് ആയപ്പം വന്ന പ്രശ്നങ്ങൾ, ഒരു തലവേദനയും വോമിറ്റിംഗ് കൊണ്ട് അവിടെ പോയി, അതിൽ നിന്നും വേറെ പല പല പ്രശ്നങ്ങൾ വന്ന് എല്ലാത്തിനുള്ള മെഡിക്കേഷൻ എടുത്തു. അവസാനം അതൊരു വലിയ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ടെൻഷനായിട്ട് ഞാൻ അവസാനം ഇവിടുന്ന് വോളണ്ടറി ആയിട്ട് എനിക്ക് ഡിസ്ചാർജ് ആവണം എന്ന് പറഞ്ഞു. കാരണം ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ പുതിയ അവർ കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. എന്നിട്ട് പിന്നെ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഫാമിലി ഫ്രണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇതാണ് പ്രശ്നം, ഇന്ന മെഡിസിൻസ്. പുള്ളി ഇങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഒരു തലവേദനയ്ക്ക് നിങ്ങൾ പോയി കഴിച്ച മെഡിസിൻസ് ആണോ ഇതൊക്കെ? ഞാൻ പറഞ്ഞല്ല, തലവേദനയും കൊണ്ട് പോയി. അപ്പോൾ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഇനിയുള്ള മെഡിക്കേഷൻ എന്ന് പറയുന്നത് കഞ്ഞിയും അച്ചാറും എന്തെങ്കിലും കഴിച്ച് മെഡിസിൻസ് ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ ഒരു 3 ദിവസം വെറും കഞ്ഞി കുടിച്ചിരിക്കാൻ പറഞ്ഞു. അതോടെ എൻ്റെ എല്ലാ പ്രശ്നവും ശരിയായി. അപ്പോൾ തുടങ്ങിയത്
ഇങ്ങനൊരു രാഗത്തിൻ്റെ ഓവർഡോസിൽ നിന്നും അതിൽ ട്രാൻസിൽ പോയിട്ട് വന്നത്. അതാണ് ഞാൻ ഈ കഥയൊക്കെ പറയേണ്ടി വന്നത്. അതായത് അത്രയും നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞു എന്നുവെച്ചുകൊണ്ട് ഇത് പാടരുത് അങ്ങനെ അതല്ല ഉദ്ദേശിച്ചത്. പല രാഗങ്ങൾക്കും നമ്മളറിയാത്ത പല രീതിയിലുള്ള ഇമ്പാക്ട്സ് ഉണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ മുകളിൽ. അതുകൊണ്ടാണ് ചിലതൊക്കെ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നത് ആൾക്കാർ. അപ്പം മോള് പക്ഷേ അതത്രയും ആ രാഗം നമ്മളുമായിട്ട് നമ്മളുടെ അകത്തേക്ക് കയറണം. മോള് പാടുന്ന സമയത്ത് ഈ രാഗം അത്രമാത്രം മോൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങൾ, പക്ഷേ ഇതിന് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ലാസ്റ്റ് പല്ലവിയില്ലേ, അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിന് ഞാൻ സ്പെഷ്യൽ കൈയടി തരാം. ആ പല്ലവിയിൽ മോള് കാണിച്ചിരിക്കുന്ന ഒരു ഒഴുക്ക് അത് ത്രൂ ഔട്ട് ദ സോങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേന്ന് തോന്നി. ഞാൻ മോളെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു കാര്യം, ക്ലാസിക്കൽ അധികം പഠിക്കാത്ത മോള് രാഗം വിട്ടുപോയിട്ടില്ല. മനസ്സിലായില്ലേ? എങ്ങനെയൊക്കെ സ്ലിപ്പാവുകയാണെങ്കിലും രാഗത്തിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഗുഡ് സൈനാണ്. ക്ലാസിക്കൽ അറിയാത്തൊരു കുട്ടി രാഗം വിട്ടുപോകാതെ അതിൻ്റെ അകത്ത് തന്നെ നിന്ന് പാടുന്നുണ്ടോ എന്നുള്ളത്. കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. നന്നായിരുന്നു, നല്ല സെലക്ഷൻ. എനിക്കും ഈ പാട്ട് രാധാകൃഷ്ണേട്ടൻ ചെയ്തതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇതിൻ്റെ വരികളും അതുപോലെ തന്നെ മാക്സിമം നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ചരണം, ഹമ്മിങ് മുതൽ ആ ചരണത്തിൻ്റെ മുമ്പുള്ള ഹമ്മിങ് ഇല്ലേ, അതും ചരണവും ലാസ്റ്റ് പല്ലവിയും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവിടെ മുതലാണ് മോളൊന്ന് കറക്റ്റ് ട്രാക്കിൽ വീണത്. അതിന് മുമ്പ് കുറച്ച് ശ്രുതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്ലോ വേണം ഈ പാട്ടിന്. ഇത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു രാഗമാണ് ഹംസനാദം. കുറേ പാട്ടുകളുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീകുട്ടൻ നിങ്ങൾ പറഞ്ഞ വാതിൽ പഴുതിലൂടെ, അത് സ്വാമി ചെയ്തതാണ്. സ്വാമി സിനിമയ്ക്ക് വേണ്ടി വാതിൽ പഴുതിലൂടെ ചെയ്തു. ഡിവോഷണൽ സോങ്ങിന് വേണ്ടി ആഴി പൂജയ്ക്ക് എന്നിട്ടൊരു പാട്ടുണ്ട്. ഇപ്പം വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകി എന്നാണ് ഈ സിനിമ പാട്ട്. ഇടനാഴിയിലൊരു കാലച്ചോല പാട്ട്. ദാസേട്ടൻ ആലപിച്ചൊരു അയ്യപ്പൻ്റെ പാട്ടുണ്ട് അതേ രീതി തന്നെ. ആഴി പൂജയ്ക്ക് കർപ്പൂരം കൊണ്ടുവരും ആഗ്രഹായന മേഘങ്ങളെ, സെയിം തന്നെയാണ്. പിന്നെ ചില ഭാഗങ്ങൾക്ക് മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് കർണാടക സംഗീതത്തിലെ ത്യാഗരാജ കൃതിയുണ്ട്. ബണ്ടൂരീതി കോലു വിയവയ്യ രാമ, ബണ്ടൂരീതി കോലു വിയവയ്യ രാമ, ബണ്ടൂരീതി കോലു വിയവയ്യ രാമ, ബണ്ടൂരീതി കോലു വിയവയ്യ രാമ. അങ്ങനൊരു കീർത്തനമുണ്ട്. ഇത് പക്ഷെ ഭയങ്കര സ്പീഡാണ് കേട്ടോ. അതെ അതെ, കീർത്തനം ബണ്ടുരീതി കോലു വിയവയ്യ രാമ, ബണ്ടുരീതി കോലു വിയവയ്യ. അതെ അതെ, സ്പീഡ് ഇതാണ്. കച്ചേരിയൊക്കെ അവസാനിക്കാറാകുമ്പോൾ പാടുന്നൊരു മെയിനായിട്ട് ഇതൊക്കെ പാടാറുണ്ട്, ഈ കീർത്തനങ്ങളൊക്കെ പാടാറുണ്ട്. പിന്നെ ഇപ്പോൾ നേരത്തെ ദീപു പറഞ്ഞ വിദ്യാജി വളരെ മനോഹരമായിട്ട് ചെയ്തൊരു പാട്ടാണ് പൂവാസം പുറപ്പെടും കണ്ണേ, അൻപേ ശിവം എന്നുള്ള സിനിമയിലെ പാട്ട്. പൂവാസം പുറപ്പെടും പെണ്ണെ നാൻ പൂവറൈന്താൽ, തീ വന്ന് വിരൽ ചുടും കണ്ണേ നാൻ തീ വரைந்தால், உயிரல்லதெல்லாம் உயிர் கொள்ளுமென்றால் உயிருள்ள நானோ என்னாகுவே, உயிர் வாங்கிடும் ஓவியம் നീയടി. ഇങ്ങനൊരു പാട്ടുണ്ട്. ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൽ ശ്രുതി മീട്ടുന്നു മൂകം. കേട്ടിട്ടില്ലേ ഈ പാട്ടൊക്കെ? ഇതൊന്നും കേൾക്കാണ്ടിരിക്കാൻ വഴിയില്ല. കേട്ടിട്ടില്ലേ? ആ, അപ്പോൾ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു രാഗമാണ്. ഓക്കെ മോളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ചക്രി, ഇതാരാ പാടിയേ? ചിത്രമ ആണല്ലേ. ഇതെന്തറിയോ, പണ്ടൊക്കെ റെക്കോർഡിങ്ങിന് പോകുമ്പം ജാനകി അമ്മ തെലുങ്കാണ്, സുശീലാമ്മ തെലുങ്കാണ്, ലീലമ്മ മാത്രമേ ഉള്ളൂ മലയാളി അല്ലേ അന്ന്? ലീലമ്മ. ഇവരൊക്കെ സ്പോട്ടിൽ റെക്കോർഡിംഗ് റൂമിൽ കയറിയതിന് ശേഷം ഈ റിഹേഴ്സൽ എടുത്ത് പാടുന്നത്. നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തിരിക്കുന്നു. പഠിച്ച പാട്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഇതാ. പക്ഷെ അവരൊക്കെ കയറിയിട്ട് അവർ മലയാളം ഒന്നും അറിയില്ല. അവർ ഓൺ ദി സ്പോട്ടിൽ വന്ന് എഴുതി പഠിച്ച് പാടുകയാണ്. 7 to 1 കോൾ ഷീറ്റ്, അതിലെല്ലാം തീരണം.
തീരും. സത്യം സത്യം എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചിരുന്ന് ഇവർ വന്ന് പാടി അതിൻ്റെ എക്സ്പ്രഷൻ മുഴുവനും ആ ഒരു സെക്കൻഡിൽ അവർ പഠിച്ച ഒക്കെ കഴിവാണല്ലമ്മ, എന്തൊരു കഴിവാണ്. അപ്പോൾ ഏതായാലും നന്നായി പാടും. ഇനിയും ഇതുപോലെ ഇവർ പറഞ്ഞ പോലെ നന്നായി ഇമ്പ്രൂവ് ചെയ്ത് അസലായിട്ട് നല്ല പാടി ജയിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എം ജി അങ്ങളെ, ആ. വൈകക്കുട്ടീന്റെ കയ്യിലെ ആ. ക്വസ്റ്റ്യൻ ഉണ്ട്, അവക്ക് ചോദിക്കണം. എടുത്തിങ്ങോട്ട് ആ, നല്ല ക്വസ്റ്റ്യൻ ആണേ. എടുത്തിട്. ഒരു ദിവസം ഒരാൾ മരുഭൂമിയിൽ ടയേർഡായിട്ട് കിടക്കുമായിരുന്നു. ആ. അപ്പം വേർത്തു കുളിച്ചിരിക്കുമായിരുന്നു. ആ. അപ്പം കയ്യിലാകെ ഒരു ഗൺ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അയാളുടെ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ, ഒരു തോക്ക് മാത്രം. കയ്യില്ലേ? അങ്ങനെ കൈ പറ്റി ഇങ്ങനെ തുടങ്ങാൻ അല്ല, പറ്റും. ഒരു കയ്യിലല്ലേ തോക്ക് പിടിച്ചേക്കണേ? ആ, പക്ഷെ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ തുടങ്ങാൻ പറ്റുമോ വേർപ്പ്? പറയട്ടെ, ആ. തോക്കെടുത്ത് മുകളിലോട്ട് ടിഷ്യൂ എന്ന് വെച്ചിട്ട് ആ ടിഷ്യൂ എടുത്ത് മുഖം തുടങ്ങും. ദീപുകളെ, ദേവു ദേവു ദീപുകളെ. അപ്സെറ്റ് ആവണ്ടേ ദീപു, ദീപു 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 അപ്സെറ്റ് ആവണ്ട ഞാൻ പ്ലീസ്. ചോദിക്കുമ്പോഴല്ലേ Carry on. ആ വെടി വെടിയാണ് കൊണ്ടത്. എന്റെ നെഞ്ചത്തായ കൊണ്ട്. അപ്പോൾ വൈകക്കുട്ടിക്ക് ഞാൻ തരുന്നു 7.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. വൈഗമോൾ എന്തോ 8.25. താങ്ക് യു സർ. വൈകക്കുട്ടിക്ക് മധുവങ്കൽ തരുന്നു 8 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. So you got 23.75 out of താങ്ക് 30. യു സർ. താങ്ക് യു. And that means മോൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് A-triple-wow. താങ്ക് യു. ഇത്തവണ ഏത് ബുക്കിട്ടാണ്? കസിൻസ് പുകുറ്റി. കസിൻസ്. കസിൻസ്. ഓ. എത്ര പേരാ? മീനാക്ഷി, ദക്ഷിണ, കല്യാണി ചേച്ചി, തപ്പൂസ്. വേണ്ട, അപ്പൊ കസിൻസ് മതി. 6 പേര്. ആടി ഒരു 6 കസിൻസ് പൂക്കുറ്റി. താങ്ക് യു. Congratulations, you are awarded A-triple-wow. താങ്ക് യു. Wow. 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 അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Ta-da. എക്സാം ഡേയ്സിങ് അടുക്കും തോറും കൂട്ടുകാർക്ക് നല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ? പക്ഷെ ബോർഡ് എക്സാമിനെ ഓർത്ത് ആരും ടെൻഷൻ ആവേണ്ട. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട് 90+ മൈ ട്യൂഷൻ ആപ്പ്. എക്സാമിനോടനുബന്ധിച്ച് നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ കൂട്ടുകാർക്കായി ഒരു പുതിയ അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയാണ് 90+ ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് പരീക്ഷാ പേടിയെ മറികടക്കാനും എക്സാമിന് മാനസികമായി തയ്യാറെടുക്കാനും 90+ലെ പുതിയ അപ്ഡേറ്റ് സഹായിക്കുന്നു. മാത്രമല്ല എക്സാമിനോടനുബന്ധിച്ച് 50% ഡിസ്കൗണ്ടിൽ കൂട്ടുകാർക്ക് 90+ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്സ്. രാഗവിരുന്നിന് പാട്ടിന്റെ ചന്തമേകാനെത്തുന്നു കൃഷ്ണശ്രീ. വെൽക്കം കൃഷ്ണശ്രീ കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ ഇതാരത്? ഇന്ന് അടിപൊളി വേഷത്തിലാണല്ലോ, ധാവണിയെ കൊടുത്തിട്ട്. അതെ, ജിമിക്ക് കമ്മല്. എന്താ വിശേഷം? പാടാൻ വന്ന പാട്ട് നാട്ടുമാ. അതുമായിട്ട് ആ പാട്ട് ആയിട്ട് ബന്ധപ്പെട്ട വേഷമാണ്. കലക്കിയിട്ടുണ്ട് വേഷം കേട്ടാ, കാണാനും സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു സർ. മിനുട്ടി, എന്തോ മിനുട്ടി അതേട്ടാ. അയ്യോ താങ്ക് യു. അത് മിനുട്ടി നല്ല ഈ കളറിൽ നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. മുടി ഇങ്ങനെ സൈഡിലേക്ക് ഇട്ടേക്കണൊക്കെ കൊള്ളാം. താങ്ക് യു. കൃഷ്ണു, എന്താ സർ? ഇത് MJ തന്നെയാണോ? കറക്റ്റ്, നല്ല സോങ് ആണ്. ഇതാരാ പാടിയത്? ശ്രേയ ഘോഷാൽ. ആണോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. പടത്തിലും കണ്ടിട്ടില്ലേ? ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയും മലയാളം പാടുന്ന, സംസാരിക്കുന്നതല്ല, പാടുന്ന ഒരു പെർഫെക്റ്റ് സിംഗറിനെ നമുക്ക് കാണാനേ പറ്റത്തില്ല. ഒരു നോർത്ത് ഇന്ത്യൻ സിംഗർ. ഞാൻ പൊയ്സല്ലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തു. അന്ന് ഞാൻ ബോംബെയിൽ ശ്രേയെ കൊണ്ടാണ് പാടിച്ചത് തമിഴിൽ. ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പാട്ടൊക്കെ തീരും, വേഗം തീരും. അപ്പോൾ ഈ സമയത്ത് ശ്രേയാജിക്ക് ഒരു വലിയ ഹായ്. കാരണം ഞങ്ങൾ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ബുൽബുലയ്യ, അതുപോലെ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോണ മരക്കാർ, അതിനകത്തൊക്കെ പാടിയിട്ടുണ്ട് ഞാനും ശ്രേയ. ശ്രേയാ ഘോഷാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ പാടിയാലും ആ ഭാഷയോട് 100% നീതി പുലർത്തുന്ന ഒരു സിംഗറാണ്. നോർത്തിലായാലും സൗത്തിലാണെങ്കിലും ഏത് സ്റ്റേറ്റിലെയും ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ആരാന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാ സ്റ്റേറ്റിലും ഒരു പേരാണ് പറയുന്നത്, ശ്രേയാ ഘോഷാൽ.
എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിംഗർ പബ്ലിക്കിൻ്റെ ഫേവറേറ്റായി മാറി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ശ്രേയ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പോയപ്പോഴാണ്. ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പേ 2 ദിവസം മുമ്പേ വിളിച്ചെല്ലാം സ്റ്റുഡിയോ ഒക്കെ സംസാരിച്ചു. ഇന്ന സ്റ്റുഡിയോയിൽ ഞാൻ വരും, അപ്പോഴേക്ക് ശ്രേയ അവിടെ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആദ്യമായിട്ടായിരുന്നു നോർത്തേൺ സിംഗർ എൻ്റെ അടുത്ത് ചോദിച്ചത് പാട്ടൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു അതെന്തിനാണ്? ശ്രേയക്ക് വന്നാൽ അവിടുന്ന് പെട്ടെന്ന് കേട്ട് പഠിക്കാനല്ലേ ഉള്ളൂ. അല്ല, അത് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാനാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഭാഷ അറിയുന്നത്, എനിക്ക് ഇഷ്ടം പോലെ മലയാളി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരടുത്ത് ഞാൻ ഇതിൻ്റെ ആക്സെൻറ്റ് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ഈ പറയുന്നത് മലയാളത്തിൽ നമ്പർ 1 ആയതിനു ശേഷം ഉള്ള ഒരു എക്സ്പീരിയൻസാണ്, തുടക്കം സ്റ്റേജസ് അല്ല. അതാണ് ശ്രേയ ഘോഷാൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐക്കോണായിട്ട് തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗറാണ് ശ്രേയ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
കൃഷ്ണു എന്തോ സാർ? നന്നായിട്ട് പാടുന്നു. താങ്ക് യു സാർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ എക്സ്പ്രഷൻ, അതായത് ശ്രേയ കൊടുത്തിരിക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നാട്ടുമാവിലൊരു ലാസ്റ്റിൽ വരുമ്പോൾ പാടുന്നില്ലേ, അതെങ്ങനെയാ അത്? നാട്ടുമാവിലൊരു മൈന ആ അത് കൂട്ടുപോരുമോ മൈന. ആ സൂപ്പർ. അത് ഒരു സ്പെഷ്യലാണ്, ഒരു ശ്രേയ സ്റ്റാമ്പാണ് അത്. ഈ ഇല്ലിക്കുഴലിൽ അവിടെ എനിക്ക് വ്യക്തമായില്ല. ആ ഇല്ലിക്കുഴലിൽ അവിടെ ക്ലാരിറ്റി വേണം. പാടൂ. മാവുണ്ട് മമ്പുണ്ട് തേനുണ്ണാൻ കൊതിയുണ്ട് എന്നാലും മൈനക്കില്ല മുന്നാരം. അത് കഴിഞ്ഞ് വാവ്. നാട്ടുമാവിലൊരു ഹേ ഗുഡ്. അതൊക്കെ നന്നായിരുന്നു കേട്ടോ. കുറച്ചൊരു ഒരു ഗ്രിപ്പ് വേണം. മോള് പാടുന്ന ഇത്തിരി ലൂസായി പോണു. അതിനകത്ത് കുറച്ചുകൂടെ ഇപ്പം ശ്രേയയുടെ പാട്ടെന്ന് പറയുമ്പോൾ ആ താളത്തിൽ തന്നെ കിടക്കും. ആ താളം നാട്ടുമാവിലൊരു മൈന താറ്റ താത്ത 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 ടാറ്റ ടാറ്റ ടീര ടാറ്റി ടാറ്റി ടീരി. അങ്ങനെ അപ്പോൾ അത് ആ സ്വിങ് ഉണ്ടല്ലോ, ആ സ്വിങ്ങിൽ ഒന്ന് കിടന്നാൽ നന്നായിരിക്കും. പാടി നന്നായിരുന്നു കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. അടിപൊളി പാട്ട് സെലക്ഷൻ, നോ ഡൗട്ട്. ഇതിൽ മോള് എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ശ്രേയയുടെ പാട്ട് പാടുമ്പം ശ്രേയയുടെ എക്സ്പ്രഷൻസിൻ്റെ സ്റ്റൈല് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് അധികം നമ്പർ ഓഫ് നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആ ഉള്ള ലിമിറ്റഡ് നോട്ട്സിൽ ശ്രേയ കൊടുക്കുന്ന ഡൈനാമിക്സ് അത് നമുക്ക് സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു 3-4 നോട്ടല്ലേ ഉള്ളൂ. പക്ഷെ ആ 3-4 നോട്ട് ശ്രേയ ഇടുന്ന സമയത്ത് വരേണ്ട കയറ്റവും ഇറക്കവും ഒക്കെ കറക്റ്റായിട്ട് നമ്മളത് പഠിച്ചാൽ മാത്രമേ അത് ശ്രേയ ഘോഷാലിൻ്റെ ഒരു സ്റ്റൈലിലേക്കായി മാറുള്ളൂ. ഇപ്പം മോള് പാടിയപ്പം അതിൽ ശ്രേയ ഘോഷാൽ ടച്ചസ് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ച് ഞാനിവിടെ ഉദ്ദേശിച്ചത് മോൾ ഇവിടെ ഒരു മിമിക്രി പോലെ കളിക്കണം എന്നല്ല. പക്ഷെ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ എക്സ്പ്രഷൻസും കൂടി ആ പാട്ടിൽ വരുമ്പോഴാണ് ആ പാട്ടിനൊരു ഫുൾനെസ് കിട്ടുന്നത്. പക്ഷേ ഈ പാട്ടിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് നോക്കണേ, കേൾക്കാൻ സിമ്പിൾ ആണെങ്കിലും ഇത് പാടി വരുമ്പം ഇത് നല്ല പണിയുള്ളൊരു പാട്ടാണ്. അതുകൊണ്ട് മോൾ ഇത് അറ്റംപ്റ്റ് ചെയ്തതിൽ ഞാൻ ഡെഫിനറ്റ്ലി മോളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എപ്പോഴും ഒരേ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പ്രഷനിൽ സ്റ്റേജിൽ വന്ന് തുടക്കം തൊട്ട് അത് ഡാൻസ് ആയാലും ശരി പാട്ടായാലും ശരി ത്രൂ ഔട്ട് പ്ലസന്റ് ആയിട്ടിരിക്കുക. ഓക്കെ. അല്ലാതെ എനിക്ക് അതിൽ വലിയ കാര്യമായിട്ട് എക്സ്പ്രഷൻ വൈസ് ഫേഷ്യൽ അല്ലെങ്കിൽ പെർഫോമൻസിൽ തോന്നിയില്ല. സിംഗിങ് കുറച്ചും കൂടിയും വന്ന ഉടനെ തന്നെ പാട്ടുമായിട്ട് ബ്ലെൻഡ് ആവണം. ഓക്കെ, അല്ലെങ്കിൽ എവറിത്തിങ് സൗണ്ട്സ് ഗുഡ്. താങ്ക് യു സർ. വളരെ നല്ല സോങ് സെലക്ഷൻ, വളരെ നന്നായിട്ട് പാടുകയും ചെയ്തു. മോള് ശ്രേയ പാടിയതിൻ്റെ ഒരു മാക്സിമം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കും തോന്നിയത് ഒന്ന് അനുപല്ലവിയൊക്കെ കഴിഞ്ഞ് അനുപല്ലവിയൊക്കെ ലാസ്റ്റ് ആയപ്പോഴാണെന്ന് പിക്കപ്പ് ആയത്, ഒന്ന് അതിലേക്ക് വീണത് കറക്റ്റായിട്ട്. ചരണം സൂപ്പറായിട്ട് പാടി കേട്ടോ. നല്ല വോയിസാണ് മോളുടെ, നല്ല കേൾക്കാൻ നല്ല സുഖമുള്ള വോയിസാണ് കേട്ടോ, മധുരമായ വോയിസാണ് കേട്ടോ. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ജാനകിയമ്മ പാടിയ ഒരു പാട്ടുണ്ട് രാജസാറിൻ്റെ മ്യൂസിക്കിൽ, ഇരട്ടൈ വാൽക്കുരുവി എന്ന് പറഞ്ഞ സിനിമയിലെയാണ്. கீதங்கள் சிந்தும் கண்கள் மூடுதே, பாதங்கள் வண்ணப்பங்கள் பாடுதே, மோகங்கள் என்னும் கண்ணன் தேரிலே தாகங்கள் இன்பக்கல்லில் ஊறுதே, காதல் என்னும் காதல் என்னும் கூட்டுக்குள்ளே ஆசை குயில் கொஞ்சுதம்மா, இவள் வண்ணம் கோடி சின்னம் தேடி மின்னும் கோடி கண்ணம் கூட சந்தம் பாடி சொந்தம் தேடி சொர்க்கங்கள் மலர்ந்ததோ, கண்ணன் வந்து பாடுகின்றான் காலமெல்லாம், கண்ணில் என்ன கோபம் என்றான் காதல் சொன்னான், காற்றில் குழலோசை பேசும் பூமேடை மேலே, கண்ணன் வந்து பாடுகின்றான் காலமெல்லாம், கண்ணில் என்ன கோபம் என்றான் காதல் சொன்னான்.
അസലായി പാടി, നല്ല പാട്ടിന്റെ ഒരു സെലക്ഷൻ എഴുതിയിരിക്കുന്നു. താങ്ക് യു. പക്ഷെ അതിനേക്കാളും ഉപരി എന്തറിയോ, ഇവര് ചോദിക്കുമ്പം ഇടയ്ക്ക് ആ പാട്ട് വീണ്ടും അത് പാടി അതിൽ ഒരു ഫിനിഷിങ് കൊടുക്കുന്നുണ്ട്. അതിന് ഭയങ്കര ഒരു കഴിവാണ്. ഇവിടുത്തെ എല്ലാ കുട്ടികളും അത് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. താങ്ക് യു. ഓക്കെ, നന്നായി വാക്കണ്ണ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു. MG ഞങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ? ആന്റിക്ക് അറിയോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ? നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയാം. അത് ആന്റീനോട് മാത്രം ചോദിക്കാം. ഇത് ഞാൻ ഇവിടെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആന്റി കേട്ടിട്ടില്ലല്ലോ. ഓക്കെ, ആണുങ്ങള് ഇടത്തെ കയ്യിലും പെണ്ണുങ്ങള് വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്നത് എന്തുകൊണ്ട്? അത് അവരൊരു സൗകര്യം കൊണ്ടല്ലേ, അതിനല്ല. അവരവർക്ക് എന്തിഷ്ടം അല്ല, അതല്ലേ അതിനല്ല. ചെയ്യും. സമയം നോക്കാൻ. സമയം നോക്കാൻ. കൃഷ്ണശ്രീ, എന്താ സർ? നോക്ക് ഇന്ന് അങ്കിൾ തരുന്ന മാർക്ക് 8.25 ഔട്ട് ഓഫ് താങ്ക് യു 10. സർ. താങ്ക് യു സർ. കൃഷ്ണശ്രീ എന്താ സർ? 8.25. താങ്ക് യു സർ. കൃഷ്ണശ്രീ എന്താ സർ? 8.5. താങ്ക് യു സർ. So you got 25 out of 30. താങ്ക് യു സർ. മോൾക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്ന ഗ്രേഡ് ആണ് A Extreme. താങ്ക് യു സർ. അപ്പൊ ഇന്ന് മാങ്ങയെ കുറിച്ചുള്ള പാട്ടല്ലേ, നമുക്കൊരു മാങ്ങാപ്പൂ കുറ്റി കൊടുത്ത് മാങ്ങ. ലോരപ്പ ആടിയ ഒരു മാങ്ങാപ്പൂ കുറ്റി. Congratulations, you are awarded A Extreme. അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ കൃഷ്ണു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. വെള്ളിൽ പറവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം. പോകാം പോകാം വാർമുകിലായി, ആടാം പാടാം മലർവനിയിൽ. സ്വരവിരുന്നിന് നിറച്ചാർത്ത് പകർന്ന ഭാവഗായകൻ കോട്ടയം കുഞ്ഞച്ചൻ. വെൽക്കം ബേവൻ ഓൺ സ്റ്റേജ്. എന്ത് വരവാണ് ഇത്? നീ വീഴാതെയൊക്കെ വരുന്നേ. ഇവനും നിമയാണ് ഒരു പ്രത്യേക രീതി വരുന്നത്. എന്നാ സാറേ വിശേഷം? സുഖാ സാറേ. സാറെന്ത് പറയുന്നു? മ്യൂസിക് സാറാണോ? ആ, സുഖമായിട്ടിരിക്കും സാറേ. സുഖമായിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ കോട്ടയം കുഞ്ഞച്ചനാ ഇവിടത്തെ കോട്ടയംകാരനാ. ആ, ഓ, അപ്പോ ഏത് പാട്ട്? കാതിൽ തേൻമഴയായി പാടൂ. അതാണ് ഞാൻ ആ ഇതാണ്. പാട്ട് ഇവിടെ വന്നപ്പോ തൊട്ടത് ആരാണ് എന്ന് നോക്കിയിരുന്നത്. ഇപ്പൊ എനിക്ക് പിടികിട്ടി. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ കാതിൽ തേന്മഴ പൊഴിക്കും ഇല്ലേ? ആ, ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു നന്നായി മാം. പാടുകൂട്ടാ. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ബെവൻ, ഇതിൽ കൂടുതൽ പാടാൻ ഇപ്പൊ എത്ര വയസ്സായി മോന്? 11. 11 വയസ്സ് ഉള്ളൊരു കുട്ടിക്ക്, 11അല്ല 21 വയസ്സുള്ളൊരു കുട്ടിക്കും ഇതിൽ കൂടുതൽ പാടാൻ പറ്റില്ല. ദിസ് ഇസ് ദ അൾട്ടിമേറ്റ്. താങ്ക് യു സാർ. അത്ര ഗംഭീരമായിട്ടാണ് പാടിയിരിക്കുന്നത്. താങ്ക് യു സാർ. ഒരു സ്ഥലത്ത് മാത്രം ആദ്യത്തെ അതിനകത്ത് മനസ്സിലായല്ലോ എവിടെ? മധുരമായി പാടും മനുഷ്യങ്കുകളെ. അത്രേ ഉള്ളൂ. ആ ഒരു സ്ഥലത്തൊന്ന് സംഭവം കറക്റ്റാണ്. ഒരു ചെറുതായിട്ടൊന്ന് അതിന്റെ മേളിൽ കൂടെ ഓടി. രണ്ടാമത് പാടിയതും മൂന്നാമത് പാടിയതും ലാസ്റ്റ് പാടിയതും എല്ലാം കറക്റ്റാണ്. അവിടെ തുടക്കത്തിൽ മാത്രം ഒരു ചെറിയ സ്ലിപ്പ് വന്നു, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. താങ്ക് യു സാർ. ദൈവാധീനമാണ് കേട്ടോ. കാരണം ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിന് പോയാലും ഒരു റെക്കോർഡിങ്ങിന് പോയാലും ആ പാട്ട് നന്നായിട്ട് വരാനും എല്ലാത്തിനും ഒരു ദൈവാധീനം വേണം. അപ്പോൾ ആ ദൈവാധീനം മോന് അവളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ദൈവത്തെ നമ്മൾ എന്താണ് മനസ്സിൽ പ്രാർത്ഥിച്ച് ഇനിയുള്ള പാട്ടുകളെല്ലാം എന്താ പറയുന്നത്, കാൽക്കൽ സമർപ്പിക്കുക. ഞാനല്ല പാടുന്നത്, നിന്നിലൂടെ ഞാൻ പാടാം എന്ന് പ്രാർത്ഥിക്കും. വലിയ വാക്കാണത്. നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. എനിക്ക് ഈ പറഞ്ഞ തുടക്കത്തിലെ ഒരു സ്ലിപ്പ് എന്ന് പറഞ്ഞില്ലേ, അത് എനിക്കൊരു സ്ലിപ്പായിട്ട് എൻ്റെ ചെവിയിൽ പതിഞ്ഞിട്ടേ ഇല്ല. അതായത് സ്ലിപ്പല്ല, അതിങ്ങനെ അങ്ങ് ഒഴുകിപ്പോയി അങ്ങ്. അത് ശ്രീകുട്ടൻ ചേട്ടൻ്റെ ഭാഷ പറയുകയാണെങ്കിലേ ഞാൻ അതങ്ങ് എടുത്ത് അതൊന്നും ഇല്ല. കാരണം ഇങ്ങനെ പാടി വെച്ചിരിക്കുന്ന ഒരു മോൻ്റെ ആ ഒരു സംഭവം അത് നെഗ്ലിജിബിൾ ആണ് പോലും, ആ വാക്ക് പോലും അവിടെ യൂസ് ചെയ്യാൻ എലിജിബിൾ അല്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. മോൻ അത് ഒരു സാധാരണ പ്രൊഫഷണൽ സിംഗേഴ്സ്, പ്ലേ ബാക്ക് സിംഗേഴ്സ് പാളിപ്പോകുന്ന ഒരു പാട്ടാണിത് സ്റ്റേജിൽ. അതെ അതെ. അപ്പം സ്റ്റേജിൽ പോയിട്ട് ദാസങ്ങളല്ലാതെ എനിക്ക് തോന്നുന്നു റെക്കോർഡിങ്ങിൽ പോലും ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പീസ് ആയിട്ടേ എടുക്കുള്ളൂ. ഒറ്റയടിക്ക് ഇത് ആരും പാടില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മോൻ ഇത് ഇങ്ങനത്തെ ഒരു പാട്ട് ഒറ്റയടിക്ക് പാടിക്കഴിഞ്ഞാൽ അത് അമേസിങ് ആണത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണത്. ഞാനും ഒന്നും തന്നെ എഴുതിയിട്ടില്ല. പാടുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചു നേരം പെണ്ണ് തുറന്നു വെച്ചിരുന്നു. പിന്നെ അവസാനം വെറുതെ എന്തെങ്കിലും ഇത് തുറന്നു വെച്ചിട്ട് ഇത് വിഗ് വേസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രൈ ആയി പോലെ ഓർത്ത് പൂട്ടിയതങ്ങ് വെച്ചു. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഇത് അതേപോലെ തന്നെ നിൽക്കണേ. കാരണം നമ്മൾ ഏതൊരു ആർട്ടിസ്റ്റും, സ്പെഷ്യലി ആർട്ടിസ്റ്റ്, വേറെ ഏത് തൊഴിലിനും 1+1 2 ആണ് എന്നൊരു അക്കൗണ്ടന്റിന് പറയാം. ആർട്ടിന് അതില്ല. 1+1 2 ആവാം, 1+1 0 ആവാം, 1+1 1 മില്യൺ ആവാം. അത് അന്നത്തെ ദൈവാനുഗ്രഹം പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ 1+1 എപ്പോഴും മില്യൺസ് അടിക്കുന്ന ലക്കും കഴിവും തമ്മിൽ ചേരുമ്പോഴാണ്. അത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇരിക്കുക. പലപ്പോഴും മോൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ഇതുവരെ പാടിയത് വെച്ചിട്ടാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, മോൻ മുമ്പേ പാടിയതൊക്കെ മനസ്സിന്ന് പോയി. ഇതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഫുള്ളി ഇരിക്കുന്നത്. എന്തായാലും അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു. ഓസം. താങ്ക് യു സാർ. എന്നാടാ ഇങ്ങനെയൊക്കെ പാടാവുന്നേ. കൊള്ളാം ബേങ്കുട്ട, അടിപൊളിയായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ഇപ്പോൾ ശ്രീകുട്ടൻ ഞങ്ങൾ പറഞ്ഞില്ല 21 വയസ്സായാലും പാടാൻ പറ്റുമെന്ന് സംശയമാണ്. മോനല്ല, വേറെ ആർക്കെങ്കിലും. ദീപു പറഞ്ഞു പ്ലേ ബാക്ക് സിംഗേഴ്സിന് പോലും ചിലപ്പോൾ ഇത് സ്റ്റേജിൽ പാടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പാളിപ്പോവും. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതിമനോഹരമായിട്ട് മോൻ പാടി. ഇതിൽ പല ഒരേ സംഭവം തന്നെ പല രീതിയിൽ പാടുന്നുണ്ട്. കാതിൽ തേന്മഴയായി പല പല്ലവിയിൽ, അനുപല്ലവിയിൽ, ചരണം കഴിഞ്ഞിട്ട് വരുന്ന എല്ലാം വേറെ വേറെയാണ്. അത് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്ലിപ്പായി പോവാൻ ചാൻസ് ഉണ്ട് ഈ പാട്ടിൽ. എല്ലാ തേനും ഇവൻ അതെ പാടി. അതെ 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 അതെ. എന്തായാലും മോൻ വലിയൊരു ഗായകനായി തീരും, യാതൊരു സംശയമില്ല. അപ്പോൾ ദീപു പറഞ്ഞു ഇന്നാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു ഇനി അടുത്ത തവണ വരുമ്പോൾ അതായിരിക്കും ചിലപ്പോൾ ഏറ്റവും ബെസ്റ്റ് അല്ലേ? അങ്ങനെ പറയാം ചിലപ്പോൾ, അല്ലേ?
കാണാൻ പോകുന്നത് കണ്ടതിനേക്കാൾ അതിമനോഹരം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? കലക്കി. ഓക്കെ, താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അസലായിരുന്നു മോനെ. താങ്ക് യു മാം. ഇവർ പറയുന്ന ആ ഒഴുക്കും കിഴുക്കൊന്നും ഞാൻ കേട്ടില്ല. എനിക്ക് മനോഹരമായിരുന്നു. താങ്ക് യു മാം. ഇവിടത്തൊക്കെ ഇവരൊക്കെ അനുഗ്രഹം മോനുണ്ടാവും, എന്നുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. കേട്ടോ മോനെ? ഓൾ ദ ബെസ്റ്റ് കുട്ട. താങ്ക് യു മാം. നന്നായിരിക്കും മോനെ, താങ്ക് യു. നന്നായിരിക്കും. ബെവൻ സാർ. 10 out of 10. താങ്ക് യു സാർ. ബെവൻ സാർ. 10 out of 10. താങ്ക് യു സാർ. ഞാൻ തരുന്നു 10 out of 10. താങ്ക് യു സാർ. So you got 30 out of 30. Full marks. താങ്ക് യു സാർ. അപ്പോൾ ഇതാ വീണ്ടും ഒരിക്കൽ കൂടി ബെവൻ 30 out of 30 എടുത്തിരിക്കുന്നു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് യുവർ എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സാർ. ആടിയൊരു ടോപ്പ് സിംഗർ പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു സാർ. അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ബെവൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. കുഞ്ഞു പാട്ടിന്റെ മധുര വിരുന്നിൽ കുരുന്നു ചിരിയുമായി നമ്മുടെ സ്വന്തം ദേവനക്കുട്ടി എത്തുന്നു. വെൽക്കം ദേവനക്കുട്ടി ഓൺ സ്റ്റേജ്. നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് 50 വർഷമായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ആ അതെ അതെ, വീണ്ടും നമുക്ക് തമ്മിൽ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പണ്ട് കലോത്സവത്തിന് ഡാൻസ് ചെയ്യുന്ന ആ ഉണ്ടക്കണ്ണിയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് നിനക്ക് പൊടിമീശ മുളച്ചപ്പോ അത് പിരിച്ചെന്നെ പേടിപ്പിക്കാൻ നോക്കിയതും അപ്പൊ എന്റെ കൈ കിട്ടിയെടുത്ത് നിന്റെ തലമണ്ട തല്ലി പൊളിച്ചതും ഞാൻ ഇപ്പോഴും ഓർക്കും. നീ ഇപ്പോഴല്ലേ ഓർക്കുന്നേ? ഞാനത് എപ്പോഴും ഓർക്കാറുണ്ട്. ആണോ? പിന്നല്ലാതെ, അന്ന് നീ എന്റെ തലക്കടിച്ച വേദന ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് വരും. അപ്പോഴെല്ലാം നിന്നെ ഞാൻ ഓർക്കും. അയ്യോ, നിനക്ക് ആ കാര്യത്തിൽ എന്റെ അടുത്ത് ദേഷ്യം ഉണ്ടോടാ? എന്തിന്? ബുദ്ധിയില്ലാത്ത നീ എന്തോ കാണിച്ചു ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? உனக்கு தைரியம் இருந்தா என்ன சொல்ற? அந்த 5 கொலையும் பண்ணதே நான் தான். അത് പിന്നെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് മിമിക്രിയൊക്കെ ചുമ്മാ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എങ്ങനുണ്ട്? അയ്യോ കൊള്ളാം, ആ സിനിമയെക്കാളും അടിപൊളിയായിട്ടുണ്ട്. അല്ലടി, വയസ്സാം കാലത്ത് നീ എങ്ങനെയാ സമയം തള്ളി നീക്കുന്നേ? മരുമകളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ, മരുമകളോട് വഴക്കിടും, കൊച്ചുമക്കളുടെ പലഹാരം കട്ടും തിന്നും. ആഹാ, അങ്ങനെയൊക്കെ ഒരുവിധം സമയം തള്ളി നീങ്ങി പോവും. വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നവരാ? അതിന് വേലക്കാരെ നിർത്തിയിട്ടുണ്ട്. ഒരു ദിവസം വേലക്കാർ വന്നില്ലെങ്കിലോ? പുറത്തൊന്ന് ഫുഡ് മേടിക്കും. ഓ, അപ്പൊ നിന്നെ കിട്ടിയിരുന്നെങ്കിൽ നല്ല അടിപൊളി ജീവിതമായിരുന്നല്ലേ? ആ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിനക്ക് അതിനുള്ള ഭാഗ്യമില്ല. അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ ഇപ്പോഴും മനസ്സിനൊരു കുളിര. പണ്ട് 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 നിന്നെ കണ്ട നാളെയാ, പാട്ട് പാടാൻ അറിയാത്ത താമരക്കിളി നീ. പണ്ട് 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 നിന്നെ കണ്ട നാളെയാ, പാട്ട് പാടാൻ അറിയാത്ത താമരക്കിളി നീ. കാണാനെന്ന് വന്ന നേരം കാട്ടുപക്ഷി
കണ്ണുനീര് മാറ്റണം, കണ്ണുനീര് മാറ്റണം. കണ്ണുനീര് 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 മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം, പങ്കുവെക്കണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം, പങ്കുവെക്കണം. പണ്ട് 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 നിന്നെ കണ്ട നാളെയാ, പാട്ടുപാടാൻ അറിയാത്ത താമരക്കിളി നീ. ആഹാ, നിങ്ങൾ ഇവിടെ നിൽക്കാണോ? വാടാ, നമുക്ക് പോകണ്ടേ? എടി, ഇത് നമ്മളോട് പഠിച്ച സുമേഷ കിളവനായല്ലേ? ഇട, നിനക്ക് ഇവളെ മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലായില്ലേ? ഇവള് കാരണല്ലേ നീ ഇപ്പോഴും കല്യാണം കഴിക്കാതെ നിൽക്കുന്നേ. അപ്പൊ നീ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? അതിനെങ്ങനെ അവന് പെണ്ണ് കിട്ടും? അന്ന് നീ അവന്റെ തലക്കടിച്ചില്ലേ? അതീ പിന്നെ പരസ്പര ബന്ധമില്ലാതെ ഇടക്കിടക്ക് സംസാരിക്കും, ചിലപ്പോ വയലന്റും ആവും. വിടമാട്ടെ, ഇന്നിക്ക് ദുർഗാഷ്ടമി. ഉന്നെ നാ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനം വിടുവേ. ഞാൻ തോമ, ആട് തോമ. ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്. ഇത് ചവിട്ടിപ്പൊട്ടിച്ച നിന്റെ കാലയും വിട്ടും. എടി, ഓടി രക്ഷപ്പെട്ടോ, ഇനി തുണി പറിച്ചടിക്കും. അത് ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. സൂപ്പർ അല്ലേ? സിനിമയിലൊക്കെ സൂപ്പർ ആയിരിക്കും. ഇപ്പൊ ഇവൻ ഈ മുണ്ടിന്റെ അടിയിൽ എന്തേലും ഇട്ടിട്ടുണ്ടോന്ന് ആർക്കറിയാം? CKD. ആ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അങ്കിള് പെട്ടെന്ന് കുറച്ച് കാലം പുറകോട്ട് പോയി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്കിളൊരു ചാനലിൽ കുറേ വർഷം ജോലി ചെയ്തു. അപ്പോൾ അന്ന് അവിടെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഞങ്ങളൊരു ക്രൂവുണ്ട്. ഈ ഗ്യാങ് എല്ലാം കൂടെ ചേർന്നിട്ട് ശനിയും ഞായറും ഞങ്ങൾ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും. ഞങ്ങൾ കൊടൈക്കനാലിൽ പോയി എടുത്തിട്ടുണ്ട്, ഊട്ടിയിലെടുത്തിട്ടുണ്ട്. മിന്നാരം എന്ന് പറഞ്ഞ പടം ഊട്ടിയിൽ ഷൂട്ട് ചെയ്തപ്പം ഞങ്ങളുടെ ക്യാമറയും കൂടെ കൊണ്ടുവച്ചിട്ട് ഡബിൾ ക്യാമറ ഷൂട്ടാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പാട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പാട്ട് ഇതായിരുന്നു. പണ്ട് ഇത് എടുത്തത് ഫോട്ടോ വെച്ച് തന്നെ ആയിരുന്നു. അവിടെ മെഹബൂബിൻ്റെ ആരാധകർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെന്നും വൈകുന്നേരം അവിടുത്തെ ഒരു നിലയുടെ രണ്ടാമത്തെ നിലയിൽ ഒരു ഹാളുണ്ട്. പണ്ട് മെഹബൂബ് അവിടെ നിന്ന് പാടിയ സ്ഥലങ്ങളാണ്. അവർ വൈകുന്നേരം പാടി ഇങ്ങനെ ആസ്വദിക്കുന്ന ഹാർമോണിയം തബലയൊക്കെ വെച്ച്. ഇപ്പോഴും അവർ ആ സംസ്കാരം പിന്തുടരുന്നുണ്ട്. ഞാനും അവരും എല്ലാവരും കൂടെ ആ ഫോർട്ട് വെച്ച് തീരത്ത് വർഷങ്ങളായി ഈ പാട്ട് അങ്കിൾ പാടി റെക്കോർഡ് ചെയ്തിട്ട് അഭിനയിച്ച് ഇങ്ങനെ പോയി. ആ ഓർമ്മകളിലോട്ട് മോൾ എന്നെ കൊണ്ടുപോയി. മോൾ നന്നായിട്ട് പാടി, മോളെ നല്ല രസമായിട്ട് പോയി. ഇടയ്ക്ക് വിട്ടുപോയത് പോട്ടെ, എന്നാലും എടുത്തല്ലോ. ഒരു കാര്യം ഞാൻ ചരണം അങ്ങ് പാടിയത്. തളിർമരങ്ങൾ പൂത്തു ചുറ്റും താളം തുള്ളുമ്പോൾ കിളിയെ പോൽ നീ ഇരുന്നൊരു പാട്ടു പാടണം. തളിർമരങ്ങൾ പൂത്തു ചുറ്റും താളം തുള്ളുമ്പോൾ കിളിയെ പോൽ നീ ഇരുന്നൊരു പാട്ടു പാടണം. കണ്ണുനീര് മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം, പങ്കുവെക്കണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം, പങ്കുവെക്കണം. മോള് ശകലം മറന്നുപോയതാ, കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ ഇല്ലേ അല്ലേ? ലിപ്സിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഈ അന്യൻ എങ്ങനെ ഇത് അന്യന്റെ മാത്രമല്ല പാട്ട് പാടുന്നതിനിടയിൽ ഒരു നോട്ടം. എവിടെ പാട്ടുകാരി പെണ്ണെ നീ വന്ന് എൻ്റെ വീട്ടുകാരിയായി വരുവാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നോട്ടം ഇങ്ങോട്ട്. പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്കു തരാമോ? ഇതിനകത്ത് മോള് പാടുന്നതിനകത്ത് ഒരു പഴമ ചോ വരുന്നുണ്ട് സംഗതിക്കൊക്കെ. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകും. പാട്ടുകാരി പെണ്ണെ നിന്റെ നാദനിധി, ആ ഒരു ഗ്ലിംസ് വരുന്നുണ്ട് അതിനകത്ത്, ഒരു ഗ്ലിം. നന്നായിട്ടുണ്ട് മോളെ. ഓൾ ദി ബെസ്റ്റ്. അങ്കിളിന് നല്ല ഇഷ്ടമായി പാടിയത്. മോള് ഫസ്റ്റ് വന്ന് സംസാരിച്ചതെല്ലാം വളരെ നല്ല ടൈമിംഗ് തന്നെയായിരുന്നു. ഈ ചെറിയ കുട്ടികൾ വരുമ്പം നമുക്ക് എല്ലാവർക്കും ടെൻഷൻ വിട്ടുപോവോ, എന്താണ് സംഭവം അറിയാതെ അതിൻ്റെ സിങ്കൊക്കെ പോവുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ചെറിയ കുട്ടികളെല്ലാം ഇപ്പോൾ പെർഫോം ചെയ്തത്. അങ്കിള് നല്ല ഇഷ്ടമായി. അപ്പം ഐശ്വര്യയും താങ്ക് യു വെരി മച്ച്. ദേവനക്കുട്ടിയെ നന്നായിട്ട് ഇങ്ങനെ കുഷൻ ചെയ്ത് കൊണ്ടുപോയി.
അപ്പം എന്തായാലും മോള് പാട്ട് പാടിയപ്പോഴും അങ്കിളിന് ഇഷ്ടപ്പെട്ട്. കുറച്ച് ഓപ്പൺ സിംഗിങ് ആയിരുന്നു, അധികം ഒതുക്കിയില്ല. ചില സ്ഥലങ്ങൾ മാത്രം മോള് ഒതുക്കി ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചു വന്നതൊക്കെ അങ്കിളിന് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ആകെയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെറ്റപ്പ് അങ്കിൾ എന്ത് ചെയ്തിട്ടും ദേവനേനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാനെന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? എന്തായാലും നന്നായിട്ടുണ്ട്, എല്ലാം നന്നായി. 19 ഈ പാട്ട് എപ്പോഴുള്ള പാട്ടറിയാം, ഏത് വർഷം ഇറങ്ങിയ പാട്ടാന്നറിയത്? 1956. ഞാൻ പോലും ജനിച്ചിട്ടില്ല. ഞാൻ പോലും ജനിച്ചിട്ടില്ല. അത്രയും 1956 പാട്ടാ. അപ്പൊ അത് കഴിഞ്ഞ് എത്രയോ വർഷമായി അല്ലേ? മോർ ദാൻ 60 years. ഓൾ ദി ബെസ്റ്റ്. ദേവനക്കുട്ടി, ഓ ദേവനക്കുട്ടി, ഓ കുയില് പോകുന്ന പോലെ അതുപോലെ പാടിയത് നന്നായിട്ടുണ്ട്. അഭിനയം കലക്കി, ഉഗ്രനായിരുന്നു. ആ അന്യന്റെ ഡയലോഗൊക്കെ പറഞ്ഞപ്പോ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, അല്ലേ? ആ പിന്നെ ഏറ്റവും അവസാനത്തെ നിപ്പും. ആ ഇപ്പൊ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞില്ലേ, ഒരു പഴയ ഒരു സ്റ്റൈല്, പഴയ ഗായകർ പാടുന്ന ഒരു സ്റ്റൈല്, അത് മോള് ഇന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കേട്ടപ്പോൾ എനിക്ക് പാടാൻ തോന്നുന്ന പാട്ട് ഇല്ലിമുളം കാടുകളിൽ. ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. ഇല്ലിമുളങ്കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ 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 തെന്നലേ. ദേവക്കുട്ടി, ഓ ദേവക്കുട്ടി, ഓ ദേവക്കുട്ടി. കുയില് കുയില്. എങ്ങനെയാ മോളെ ഈ ലിറിക്സ് ഒക്കെ ഓർത്ത് വെക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല, എനിക്ക് പിടികിട്ടുന്നില്ല. എനിക്കറിയില്ല. ഈശ്വര, നന്നായിരുന്നു കണ്ണ, നല്ല അഭിനയമായിരുന്നു, നല്ല പാട്ടായിരുന്നു. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഇന്ന് മോക്ക് തരുന്ന മാർക്ക് 8.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. 8.75. താങ്ക് യു സർ. മധു അങ്കിളും മോൾക്ക് തരുന്നു 8.75. താങ്ക് യു സർ. 26.25 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. മോൾക്ക് ഇന്ന് കിട്ടുന്നു താങ്ക് യു സർ. അപ്പൊ എന്ത് പൂക്കുറ്റി വേണം മോക്ക്? ഒരു എന്തായിരുന്നു? പ്ര- പോക്കറ്റ് മതി. പ്രേത പൂക്കുറ്റിയാ? വയസ്സായ വേണ്ട, പ്രേതം മതി. അയ്യോ, അവക്ക് പ്രേതം മതി. പ്രേത നിങ്ങളെന്തോ ആടി ഒരു പ്രേ പൂക്കുറ്റി. Congratulations, you are awarded a extreme. താങ്ക് യു സർ. അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ടാറ്റാ. സൂര്യനാളമാ നീ വരും നിതാ. കുഞ്ഞു പാട്ടിന്റെ മധുര വിരുന്നുമായി ഒരു കൊച്ചു തുമ്പി, നമ്മുടെ ദിയക്കുട്ടി. വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ ദിയക്കുട്ടി, എന്തോ? ഇത് കട്ട മുറിച്ചല്ലോ ഉണ്ടാക്കിയാണ്? കർട്ടൻ മുറിച്ചുണ്ടാക്കിയാണോ? അല്ല 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 അല്ല. പിന്നെ പട്ടുനൂൽപ്പുഴുവിന്റെ നൂലെടുത്ത് വലിച്ചിട്ട്. പട്ടുനൂൽ പുഴുവിന്റെ നൂല് വലിച്ചിട്ട് അതിന്റെ അറ്റത്തേക്ക് പോയി. എവിടെയോ പോയി. ലെജൻഡ്. സിൽക്കാണോ? പട്ടാണോ? പട്ട്? ആ പക്ഷേ പട്ടല്ല,
സിൽക്കാണ് പക്ഷെ പറ്റില്ല. അത് ശരി. അവളെ ഇവിടെങ്ങും അല്ല ഇപ്പോഴും. എവിടെയോ ആളിവിടെ എത്തി, പക്ഷെ ചിന്ത വേറെ എവിടെയോ നിക്കുക. എന്താ ആലോചിക്കുന്നത്? ചിന്ത വേറെ അല്ല. മീനാക്ഷി ചേച്ചീനെ നോക്കിയപ്പോ നല്ല സുന്ദരി ബാർബി പോലെ. അതാ ചിന്തിച്ചോ കേട്ടോ, സാരമില്ല. ഞാൻ വിചാരിച്ചു, ഞാൻ മറന്നിരിക്കുകയായിരുന്നു. എന്ത് ബാർബി അങ്ങനെ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ കൊച്ചിനോട്? എന്തോന്ന് ബാർബി ഡോൾ, എന്നിട്ട് തന്നില്ലല്ലോ. ഏത് ബാർബി ഡോൾ? അങ്കിള് പറഞ്ഞില്ലായിരുന്നോ ലിയ കുട്ടിക്ക് ഒരു ബാർബി ഡോളിനെ വാങ്ങിച്ചു തരാന്ന്? ഏതങ്കിള്? അങ്കിള് ഗജനിയോ? എന്നാ കുഴപ്പമില്ല, വേണ്ടല്ലോ. അത് വേണം, അത് വേണം. ഏത് പാട്ടാ പാടുന്നേ? പാട്ടാ ചിരിക്കൂ ചിരിക്കൂ ചിത്ര പാട്ടോ? പാട്ടോ? ചിരിക്കൂ ചിരിക്കൂ ചിത്രവർണ്ണ പൂവേ. സംഗീതം ചെയ്തത് ആരാ? അർജുനൻ മാസ്റ്റർ. ആണോ? എഴുതിയത് ആരാ? ആരാ? ഒരു ക്ലൂ വരുമോ? എന്റെ പേരാ തുടക്കം. ശ്രീകുമാരൻ തമ്പി. ഇതാരാ പാടിയത്? സുശീലം. ഒരാളും കൂടി ഉണ്ട്. രണ്ടുപേരാ പാടിയത്. ഒരു ഇത് singer കൂടി സുശീലാമ്മയും ആകാശത്തൊരു സാധനം കാണുമല്ലോ, ഏതാരാ? അമ്പിടി. തുടങ്ങാ. ആ പക്ഷെ ഇത് ദീപക് അങ്കിള് മേടിച്ച എന്നാ കമ്മല്ലേ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. ഓ ഇത് ഇഷ്ടായോ? ജിമിക്കി കമ്മല് തന്നെ. ഓ ജിമിക്കി കമ്മൽ ഇഷ്ടപ്പെട്ടു. ജിമിക്കി കമ്മല് തന്നെ. ശരി, എനിക്ക് ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കണം. എനിക്കിങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കണം. തുടങ്ങാം നമുക്ക്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. റെഡി, ടേക്ക് സൈലൻസ്. റെഡി. എം ജി അങ്കിളെ, ആശാന്റി ഇതുവരെ വന്നില്ലല്ലോ, അതെന്താ? ആശാന്റി ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടി പോയിരിക്കുക ദുബായിൽ. കേക്ക് മേടിക്കാന്ന് പറഞ്ഞിട്ടോ? അല്ല, ഈ ഇരുട്ടത്ത് നീ പാട്ടല്ലേ നോക്കുന്നത്? ആശാന്റി കേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇപ്പൊ ഓർക്കുന്നത്. ഇപ്പോ നമ്മൾ ലൈറ്റൊക്കെ എന്തിനാ ഓഫ് ചെയ്തത്? പാട്ട് തുടങ്ങാൻ തൊട്ട് പോവല്ലേ? അപ്പൊ മോള് പാട്ടിലേക്കല്ലേ റെഡി ആവേണ്ടത്. ഉടനെ ആശാന്റിയും കേക്കും ഓർത്തത്. ഒന്നും കൂടി ലൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ലൈറ്റ്സ് ഓഫ്. ചിരിക്കു ചിത്രവർണ്ണ പൂവേ. ചിരിക്കു ചിരിക്കു ചിത്രവർണ്ണ പൂവേ. നിൻ ചിരിച്ചൊരിയും പൂനിലാവിൽ ഞാനലിയട്ടെ. അമ്മ ചിരിക്കൂ, എന്റെ മോള് ചിരിക്കൂ. അമ്മ ചിരിക്കൂ, എന്റെ മോള് ചിരിക്കൂ. ചിരിക്കു ചിരിക്കു ചിത്രവർണ്ണ പൂവേ.
സിറിക്കു സിറിക്കു ചിത്രവർണ്ണ പൂവേ അങ്ങനല്ലേ പാടി? അല്ല പിന്നെ എങ്ങനെയാ? ആ ഓക്കെ. പിന്നെ അത് നിൻ സിറി സൊറിയും അങ്ങനെ പാടില്ലേ? അങ്ങനെയായിരുന്നോ? പിന്നെ എങ്ങനെയാ പാടി? ചിരി ചൊരിയും പൂനിലാവിൽ ഞാനലിയട്ടെ. ഞാനങ്ങ് അലിഞ്ചു പോയി. അലിഞ്ച് അലിയുന്നതിന്റെ ഏറ്റവും ഹൈറ്റിൽ പോകണാണ്. അലിഞ്ചു കുലിഞ്ചു പോയി. അലിഞ്ഞില്ലാണ്ടാകുമ്പോഴാണ് അലിഞ്ചു പോയി എന്ന് പറയുന്നത്. അത്ര ഇഷ്ടപ്പെട്ടു. മോടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് കുറച്ചൊക്കെ. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും ആയില്ല, ഒരു 3/4% ആയി. ഒരു 1/4% കൂടെ വരാനുണ്ട്. പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്, അതുപോലെ പാടുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പം മറ്റേ ആന്റി എവിടെ അതൊക്കെ ഓർക്കും. പക്ഷെ പാട്ട് തെറ്റിക്കത്തേയില്ല. അക്ഷരങ്ങളൊക്കെ നല്ല അക്ഷര സ്ഫുടതയോടുകൂടി തന്നെ പറയും. അതൊരു മിടുക്ക് തന്നെ. എന്നെ കളിയാക്കിയത് ഇല്ല മോളെ. പക്ഷേ ഇത് പറയൂല. എങ്ങനെയാ കണ്ടിട്ട് എങ്ങനെയാന്ന് പറഞ്ഞേ? കാണിച്ചു കൊടുത്തേ. എങ്ങനെയാ? സിറിക്കു സിറിക്കു എന്ന് പാടി. അങ്ങനെ കളിയാക്കി. അതെങ്ങനെയായിരുന്നു? ഒന്ന് കാണിച്ച് എങ്ങനെയാ പാടുന്നേ? സിറിക്കു സിറിക്കു ചിത്രവർണ്ണ അതെനിക്ക് വായ വരില്ല. നിൻ സിറി സൊറിയും അത് പാടി. അതൊന്ന് പാടിക്കേ. പാടി നോക്ക്. നിൻ സിറി സൊറിയും. മതി എന്നെ ചിരിപ്പിക്കല്ലേ. അപ്പൊ മോള് നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് ഈ നടക്കൂ നടക്കൂ, അതുപോലെ തന്നെ വളരൂ വളരൂ, ആ ഒരു പോർഷൻ മാത്രമേ ഇങ്ങോട്ട് എത്തിപ്പെട്ടില്ല. ഒന്ന് പാടാൻ പറ്റുമോ? വളരൂ വളരൂ വളരൂ. അവിടെ ഒരു ഗുളുവാ വരുന്നേ. ശരി, പാടിക്കൂ. വളരൂ തിങ്കൾ പോലെ നീ പൗർണമിയാം യൗവനത്തിൽ പൂത്തുലഞ്ഞിടാൻ. വളരൂ തിങ്കൾ പോലെ നീ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അവിടെ ഇടയ്ക്ക് ഈ ഗുളു വേണ്ട നോക്ക് കേട്ടാ. അതിനെടുത്തും കളഞ്ഞേരും. ഗുളുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണോ? വേറെ ദിയ, നമ്മുടെ ഗുളുമോളില്ലേ, അവളെ ഓ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മോളെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. കുട്ടി എന്തോ നന്നായി പാടി കേട്ടോ. അങ്കിളിന് നല്ല ഇഷ്ടമായി. ഇത്രയും ചെറിയ കുട്ടി ഇത്രയൊക്കെ പാടിയില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. മോളിപ്പം നല്ല ശ്രദ്ധിക്കുന്നതൊക്കെ അങ്കിളിന് ഇഷ്ടമാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ഒരു പാട്ട് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പേ ആ പാട്ടിൽ ഫുൾ ശ്രദ്ധ വെച്ച് ഇങ്ങനെ റെഡിയായിരിക്കണ്ടേ. അപ്പം നമുക്കൊക്കെ സാധാരണ ഒരു ടേക്കിന് കയറുന്നതിൻ്റെ മുമ്പെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോം ചെയ്യുന്നതിന് മുമ്പേ ലൈറ്റ്സൊക്കെ പോയി നമ്മളുടെ മുകളിൽ മാത്രം ലൈറ്റ് ഇടുമ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഓ പാട്ടിപ്പോൾ ശരിയാവുമല്ലോ അല്ലേ എന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് അങ്ങളെ ആശാന്റെ കേക്കും കൊണ്ട് വരുന്നത്. കണ്ടില്ലല്ലോ. അങ്ങളെ ആശാന്റെ കേക്കും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണാനില്ലല്ലോ. എന്താ ചോദിച്ചു കഴിഞ്ഞപ്പോ നമ്മളെല്ലാം കുട്ടിക്ക് ഒരു ടെൻഷൻ ഇല്ലേ. അതൊരു ഒരു ഒരു പക്ഷെ മോളുടെ പ്രായം വളരെ കുഞ്ഞായതുകൊണ്ട് മോൾക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാത്തത് കൊണ്ട് കിട്ടുന്ന ഒരു ധൈര്യമാണത്. അത് നല്ല കാര്യമാണ്. പക്ഷെ ഈ ചോദ്യങ്ങൾ മോള് മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് പാടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയമില്ലേ, അല്ലെങ്കിൽ വന്ന ഉടനെ വിശേഷങ്ങളൊക്കെ പറയില്ലേ, അപ്പോൾ പറയാം. പാട്ട് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പേ ചോദിക്കുമ്പോൾ ഇപ്പം സപ്പോസ് നമ്മൾ പറയുകയാണ് ആ കേക്ക് ഇപ്പം എവിടെയും കിട്ടാനില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ മോള് പാടുന്ന സമയത്ത് മോള് കംപ്ലീറ്റ് കേക്ക് എന്താണ് കിട്ടാത്തത്, അത് നമുക്ക് എവിടെയെങ്കിലും ശരിയാക്കണമല്ലോ എന്നൊക്കെ മോള് ചിന്തിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബാക്കി എല്ലാം മോള് പാടിയതെല്ലാം സ്വീറ്റ് ആയിരുന്നു, മോളെ പോലെ തന്നെ സ്വീറ്റ് ആയിരുന്നു. ദിയ കുട്ടി മോള് നന്നായിട്ട് പാടി കേട്ടോ. ഈ കുഞ്ഞു പ്രായത്തില് ഇത്രയൊക്കെ പാടിയാ മതി. നേരത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പോയപ്പോ ചോദിച്ചില്ലേ കേക്കിന്റെ കാര്യം, അപ്പൊ നമ്മൾ ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ദീപു പറഞ്ഞ പോലെ, അത് ദീപങ്ങൾ പറഞ്ഞ പോലെ കേക്ക് ഇപ്പൊ എവിടെ കിട്ടാന്ന് അറിയില്ല എന്ന് പറഞ്ഞ മോള് പിന്നെ ആലോചിച്ചിട്ട് പിന്നെ ചിരിക്കു ചിരിക്കു ചിത്രവർണ്ണ കേക്ക് പാടിയ ചിത്രവർണ്ണ കേക്ക് എന്ന് പാടിയനെ ആലോചിച്ച് കേക്കിനെ പറ്റി ആലോചിച്ച് കേട്ടോ.
ബ്ലൂബെറി കേക്ക് അതെ പാട്ട് നന്നായിരുന്നു കേട്ടോ. കുറച്ചും കൂടി ശ്രദ്ധ വേണം. ഇപ്പൊ കുറച്ചൊക്കെ ശ്രദ്ധ വന്നിട്ടുണ്ട്. കുറേയും കൂടി ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ദിയക്കുട്ടി, എന്തോ മോള് പഠിക്കുന്നുണ്ടോ? പാട്ടോ? അല്ല, സ്കൂളിൽ പോകുന്നുണ്ടോ? നേരത്തെ സ്കൂളിൽ ചോദിച്ചു. പോകുന്നില്ലേ? എത്രയിലാ പഠിക്കുന്നേ? അതോ 1ാം ക്ലാസ്. 1ാം ക്ലാസ്. അച്ചോടേ. അപ്പൊ ഈ പഠിക്കുമ്പോ ഇത്രയും പാട്ട് ഓർമ്മ വെച്ച് പാടുന്നത് എന്ത് അസാധ്യ ഒരു കുട്ടിയാണെന്നറിയോ നീ? കുഞ്ഞ് തലയല്ലേ അത്, അതിൽ ഇത്രയും ഓർമ്മ കിട്ടാന്ന് പറഞ്ഞ ബ്രെയിൻ അല്ലേ, വലിയ കാര്യമാണ്. നന്നായി മോനെ. ഉമ്മ ഉമ്മ ആ കേട്ടിപ്പോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കുട്ടാ. താങ്ക് യു. അപ്പൊ ഇത് വേണ്ടേ? ബാർബി ഡോൾ മീനുട്ടിയെ കൊടുത്തിട്ടുണ്ട്. അയ്യോ, ചേച്ചിയുടെ തന്നിട്ടില്ലടാ. ചേച്ചി അവിടെ ഇരിക്കുവല്ലായിരുന്നോ? ആ ചേച്ചിയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. കൊടുക്കുമോക്ക്. അല്ല, കൊടുക്ക ഞാനും കണ്ടു. ആ ആന്റി, അതെ, ഞാനും കണ്ടു. മധുവങ്ങൾ അതിലെ പോയപ്പോ ഞാൻ കൊടുത്തു വിട്ടതാ കൊച്ചിന്റെ. കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എവിടെ? മധുവെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവിടെ ആരെയും കാണാത്തോണ്ട് മീനു ചേച്ചിയുടെ അടുത്ത് തന്നെ കൊടുത്തു. ഇല്ല, അപ്പത്തേക്ക് ഞാൻ എണീച്ച് പോന്നല്ലോ. മീനു അത് ശരിയല്ല. ദീപങ്ങളെ, അത് ശരിയല്ല. അത് കുട്ടികൾക്കുള്ള സാധനം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അയ്യോ, സീരിയസ് ആയിട്ട് ദിയ കൂട്ടി ചേച്ചിയുടെ തന്ന ചേച്ചി തരത്തില്ലേ? തരത്തില്ലേ? ചേച്ചി വിശ്വാസം ഇല്ലേ കൊച്ചിന്? ആ ഉണ്ട്. അപ്പൊ തന്നിട്ടില്ല, സീരിയസ് ആയിട്ട് പറ്റിക്കുന്നതാ. മീനുട്ടി പ്ലീസ് കൊടുക്ക്. മീനുട്ടി ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കണത്. ഓക്കെ, ആ കൊടുക്കൂ. ആ ഞാൻ തരാം. ഇപ്പൊ ഞാൻ മന്ത്രം ചൊല്ലിയത് MG അങ്കിളുടെ കൈ വരുത്തുന്നതായിരിക്കും. ഓക്കെ, ആ സ്ക്രീനിൽ ഇതേ കണ്ടില്ലേ? ആ സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം കഷ്ടപ്പെട്ട് കടയിൽ പോയി ദിയക്കുട്ടിക്ക് വേണ്ടി ബാർബി ഡോള് ചേച്ചി വാങ്ങിച്ചോണ്ട് വന്നതാ കേട്ടോ. തരാവേ, തരട്ടെ. സൂപ്പർ. അല്ലേ? ഇഷ്ടായോ? വാങ്ങിച്ചതാ ചേച്ചിയല്ല, അങ്കിള് വാങ്ങിച്ചതാ. ആ ഇഷ്ടായോ? മോളെ, ഇത് ചേച്ചിയല്ല അങ്കിളും അല്ല വാങ്ങിച്ചത്, ആഹാ. എന്റെ ഭാര്യ വാങ്ങിച്ചോണ്ടിരുന്നു. ഭയങ്കര- ആ ഉമ്മ. വേണോ? കേക്ക് വേണോ? ഓ, ഏത് കേക്ക് വേണോ? ബ്ലൂബെറി അടുത്ത തവണ ഞാൻ തന്നു. ഓക്കെ, ഓക്കെ. പക്ഷെ പാട്ട് ശ്രദ്ധിച്ച് പാടണം. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഗ്രേഡ് മാർക്കും വേണ്ടേ? ഇല്ലില്ല, ഡോള് തന്നു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അയ്യോ, ഗ്രേഡ് മാർക്കും വേണം. ഒന്നുമില്ലെങ്കിൽ ഡോള് അല്ലെങ്കിൽ ഗ്രേഡ് മാർക്ക്. ഏതാ ഏതാ വേണ്ടേ? രണ്ടും വേണം. അത് പറ്റില്ല. മാർക്ക് വേണം. ആ വേണമല്ലോ. അപ്പൊ ഞാൻ ദിയ കുട്ടിക്ക് തരുന്നു 7.75 ഔട്ട് ഓഫ് 10. താങ്ക് യു. ഞാനും 7.75. താങ്ക് യു. മധു അങ്കിളും 7.75 ഔട്ട് ഓഫ് 10. So total 23.25 out of 30. താങ്ക് യു. That means മോൾക്ക് ഇന്ന് കിട്ടുന്നു a triple wow. താങ്ക് യു. ആടി ഒരു ഡോൾ പൂക്കുറ്റി. Congratulations, you are awarded a triple wow. താങ്ക് യു. Wow. 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 അപ്പൊ പ്രേക്ഷകർ പാട്ടൊക്കെ കേട്ടു. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ടാറ്റാ. ടാറ്റാ. തുമ്പികൾ താളം തുള്ളും ചെമ്പകമീട്ടിൽ വെണ്ണില കതിരൊളിയേന്തും കരിമിഴിയാലേ നമ്മളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് ഒറ്റ ക്ലിക്കിൽ സ്വന്തമാക്കാം. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജിയാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myji.in ലോഗിൻ ചെയ്ത് ബെസ്റ്റ് പ്രൈസിൽ ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യാം. പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, AC, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാവിധ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും myji.in ലഭ്യമാണ്. ഗാഡ്ജറ്റുകൾ ബുക്ക് ചെയ്ത് പേയ്മെന്റ് നടത്തിയാൽ മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറി വഴി അതിവേഗം നമ്മളിലേക്ക് എത്തിക്കുന്നു. കൂടാതെ മികച്ച സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ
മൈജി കെയർ പദ്ധതിയും ജി റോഡ് പ്രൊട്ടക്ഷൻ എക്സ്ചേഞ്ച് സ്കീം അടക്കമുള്ള വിവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലുടനീളമുള്ള മൈജിയുടെ 83 ഷോറൂമുകളിലും ഈ സേവനങ്ങൾ ലഭ്യമാണ്. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്നറിയേണ്ട എല്ലാവർക്കും നമുക്ക് MG അങ്കിളിനോട് ചോദിച്ചു നോക്കാം. MG അങ്കിളെ, എന്തുവാ സാറേ ബെവനല്ല പിന്നെ ആരാ? വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ. അപ്പൊ ഇന്ന് നമ്മുടെ ബെവന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസും കൂടി ഉണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക്. വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്, വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്, തുള്ളിയാമിന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ, നീയാം കടല്. വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്, കാറ്റുപോലെ വട്ടം വെച്ച് കണ്ണിടയിൽ മുത്തം വെച്ച്, ശ്വാസമാകെ തീ നിറച്ച് നീ എന്ന ഞാവൽ പഴ കണ്ണീമയ്ക്കുന്നേ മൈലാഞ്ചിക്കാട്, അത്തറിന്റെ കുപ്പി തുറന്നേ മുല്ലവാൽക്കാറ്, ദിക്കറ മൂളണ തത്തകളുണ്ട് മുത്തുകളായവ ചൊല്ലണതെന്ത്, ഉത്തരവുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തൊണ്ട്, പ്രിയനേ പ്രേമത്തിൻ തൊണ്ട്, വാതുക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരും നല്ലോണം എൻജോയ് ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. നാളെ നമ്മൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീനു ടീം.